സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കാർ ഡീലർഷിപ്പാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ വന്ന് ഗെയിമിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. എന്തൊരു ഫസ്റ്റ് നമ്മൾ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ സൈഡിൽ ഇത് മൊത്തം ക്ലീൻ ചെയ്യാനാണ്. എന്തൊരു കളക്ട് കൊടുത്തേക്കണം. കളക്ട് കൊടുത്ത് നോക്കിയാലോ, കണ്ട ഇവിടെ അത്ര ഇത് തന്നെ. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. വെളിയിലോട്ടൊന്നും ഇവിടെ ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു. ഇത് കളക്ട് കൊടുത്തേക്കണം. കളക്ട് ട്രാഷ് ഇതിൽ കൊടുത്ത് വിട്ടെ ഗൈസ്. ഇത് കളക്ട് ചെയ്യുമ്പം നമ്മൾ ഇവിടെ നിന്ന് ഇത് ഫുള്ള് റീസ്പോൺ ആവുന്നു. റീസ്പോൺ എന്ന് വെച്ചാൽ ഇത് ഇതാവണില്ല, അതായത് ഫുള്ള് മാഞ്ഞു പോണു. ഓ, ഇത് അത്രയും പോവേണല്ലോ. ഇത് എന്തറിയുമെന്തോ, ഇതിന് നമ്മളെ കയ്യിലിരിക്കുമെന്തോ ലാസ്റ്റ് ഇതെല്ലാം കൂടെ. അതും അറിയാൻ വയ്യ ഗൈസ്. എഞ്ചിനെ കിടക്കണം. എൻ്റെ അപ്പൊന്നെ ഇതൊക്കെ കൊണ്ട് കീടുമായിരിക്കും. ഇതൊക്കെ വിൽക്കാനൊക്കെ പറ്റുമായിരിക്കുമല്ലേ, കാർ ഡീലർഷിപ്പല്ലേ, എഞ്ചിനൊക്കെ വിൽക്കാൻ പറ്റുമെന്തോ അതറിഞ്ഞുകൂടാ ഗൈസ്. നമ്മൾ ഫുള്ള് ഇത് ഇത്ര തുറന്നപ്പോൾ തന്നെ നമുക്ക് ഇത് ബസ് സ്റ്റാൻഡിലോട്ട് പോകാനുള്ളത് കാണിക്കണം ഗൈസ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ പേര് കണ്ട നിങ്ങൾ, ഫണ്ട് ലാൻഡ് എന്ന് ഗൈസ്. ട്യൂട്ടോറിയലുണ്ട്. ഞാൻ സ്കിപ്പ് കൊടുത്താൽ പരസ്യം വേണം. ഫുള്ള് ആട് കൊണ്ട് നിറയും ഗൈസ്. നെയ്മർഹുഡിൽ പോകാൻ പറയണം. നമുക്ക് നെയ്മർഹുഡിലോട്ട് പോകാം ഗൈസ്. $200 നെയ്മർഹുഡിൽ പോകാം. നെയ്മർഹുഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് നോക്കി, ഇത് ഏത് കാറാണ് ഇത്? ഏത് സിവിക്കാണോ പഴയ? ബാക്കൊക്കെ നോക്കട്ടെ. വണ്ടി അത്യാവശ്യം കൊള്ളാം. വണ്ടിയുടെ പേരെന്തേര് ഞാൻ കണ്ടില്ല ഗൈസ്. ഫുള്ള് ഇത് തന്നെയല്ലേ. നമ്മൾ ഫസ്റ്റിലെ തുടങ്ങിയോണ്ടാണ് ഇത് തുടങ്ങായത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഗൈസ്. ബാർഗൻ ചെയ്യാൻ കിട്ടണം, പക്ഷേ പരസ്യം വേണം. നമ്മളെ ഫസ്റ്റ് കാർ നമ്മളെ ഗ്യാരേജിലോട്ട് പോകാൻ പറ്റും. ഗ്യാരേജല്ല, നമ്മളെ ഡീലർഷിപ്പിലോട്ട് നമ്മളെ ഫസ്റ്റ് കാറാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളിനി അങ്ങോട്ട് വെച്ചട് കയറ്റുള്ളൂ. ഇതെങ്ങോട്ട് പോകാൻ കൊടുത്തേക്കണോ? ഈ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് ഗൈസ്. ഇത് ഏത് വഴിയൊക്കെയാടാ കയറി പോണത്? ഇതെന്തേരിത്? വേറെ ഏതൊക്കെ വഴി കൂടെ കയറിപ്പോണ്. കാടിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോണ്. കറക്റ്റ് വഴിയല്ല കേട്ടോ ഇതിലൊന്നും കൊടുക്കണത്. ഇവന്മാർക്ക് ഇവന്മാർക്ക് ഗൈസ്. ആ ക്യാമറയൊക്കെ പോയോ? ക്യാമറ വീണ്ടും പോയോ? അതൊന്ന് സെറ്റ് ചെയ്യട്ടെ കറക്റ്റ്. ഒന്നും സെറ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡീലർഷിപ്പ് ഗൈസ്. അതെന്തൊരു ഗൈസ്, ഫുള്ള് പച്ച ആയി കിടക്കണം. അതിൻ്റെ ഫ്രണ്ട് ഫുള്ള് നിങ്ങളുടെ വണ്ടി കയറ്റിടാനായിരിക്കും. അങ്ങോട്ട് കയറ്റ് ഗൈസ്. ഇത് കുറേ കളർ പോയി. എന്താ ഒരു ബ്ലാക്ക് ഇതായിപ്പോയി സ്ക്രീൻ. ഗൈസ് അതൊക്കെ പോയി. എന്തായാലും ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇവിടെ ഓപ്പൺ കൊടുത്തേക്കണം. ഇവിടെ ഓപ്പൺ ചെയ്യണോ എന്തോ. എന്തായാലും ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കാം. കമ്പ്യൂട്ടർ നോക്കി വെബ് പേജ്. ഇതിനോ അതാ ഇവിടെയാണ് നമ്മൾ പൈസ എൻ്റർ ചെയ്യുള്ളൂ. നമുക്ക് എൻ്റർ ചെയ്യാം. എത്ര എൻ്റർ ചെയ്യും? നമുക്കൊരു $30 ചെയ്താലോ? $30,000 ഗൈസ്. 30,000 ആയിപ്പോയി ഗൈസ്. 3,000 ഉദ്ദേശിച്ചത്, പക്ഷേ 30,000 ആയിപ്പോയി. നമുക്ക് എന്തായാലും ഒരു 3,000 നോക്കട്ടെ. 3,000-ന് 3 പൂജ്യം ഗൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1997 മോഡൽ സിവിക്ക്. ഇത് കൊള്ളാം ഗൈസ്. എൻ്റെ പരസ്യം വന്നു സെറ്റ് ഗൈസ്. ഇഷ്ടം പോലെ ആൾക്കാർ വന്നു കേട്ടോ ഇത് വാങ്ങാൻ. വണ്ടി സെറ്റായിട്ടാ. ഇനി വച്ചടി നമുക്ക് കയറ്റമായിരിക്കും. പൊളിയായിരിക്കും. ഇനി എന്തിനെണ്ണം നോക്കണം ഗൈസ്. $3,000 കറക്റ്റ് ആ പൈസ തന്നെ പറഞ്ഞു. നമുക്ക് കുറച്ചുകൂടെ കൂട്ടി ഇടായിരുന്നു. എനിക്ക് അത് പൈസക്ക് വാങ്ങിച്ചനെ ഗൈസ്. രാത്രിയായി ഇടയ്ക്ക്. വണ്ടി ഒരെണ്ണം കൊടുത്തപ്പോഴേ രാത്രിയായാ. എന്താണ് ഇത് ഗൈസ്? ക്ലോസ് ചെയ്ത് നമ്മളടുത്ത് വീട്ടിൽ പോകാൻ പറയണം. ഇവിടെ കൊണ്ടാ അണ്ണന് കുറച്ച് പൈസ കൊടുക്കാം. പാപം. അതേ പിച്ചക്കാരനാണോ എന്ന് അറിയാം. നമ്മൾ $18 കൊടുത്ത അണ്ണന്. ഇത്രയും പോയി കഴിക്കണ്ണ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഒന്ന് കയറാം. ഇതിൻ്റെ അകത്ത് ട്രാവൽ. ഇതിൽ കണ്ടെയ്നർ. നമ്മൾ ഗൈസ് കണ്ടെയ്നറിലാണ് കിടന്നുറങ്ങണത്. എന്താടാ ഇത്? ഇതൊക്കെ എന്തൊരു ഉള്ളു നശിച്ച് കിടക്കുകയാണല്ലോ. ഫസ്റ്റ് നമുക്ക് എത്ര രൂപ കിട്ടി ഗൈസ്? ടോട്ടൽ $83 നമുക്ക് ലാഭമാണ് തോന്നുന്നു. അതാണ് തോന്നുന്നു കാണിക്കണത് ഗൈസ്. ക്ലെയിം ചെയ്യാൻ കിടക്കണത് എത്ര? $5,000 ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റാൻ പറ്റണില്ലല്ലോ ഗൈസ്. ഇത് മാറണില്ല. അയ്യോ ഇത് ഇതായിപ്പോയി, സ്റ്റക്കായിപ്പോയി. ഗൈസ് എൻ്റെ പൊന്നെ, 6 ദിവസം 23 മണിക്കൂറിനുള്ളിൽ റോൾസ് റോയ്സ് കിടുക. ഇതാരുടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കാറിട്ടാണ് ചേച്ചി. ഇവിടെ കാറിടാൻ പറ്റൂല. ഗൈസ് നമുക്ക് പൊക്കൊന്നുമില്ല. കാറിടാൻ പറ്റൂല. കാറ് വിൽക്കാൻ കൊണ്ടോ. എൻ്റെ പൊന്നെ, ഇത് എത്രയോടെ ബില്യനാ ഗൈസ്. ബില്യനെങ്ങാണ്ടാണ് കേട്ടോ ഈ കാറ്. നമ്മളെടുക്കും ഒരു നാൾ. നമ്മൾ ഈ പോർഷയിൽ നിന്ന് ഇറക്കും ഗൈസ്. ഈ സ്കിൽസാണ് കേട്ടോ. ഇതിലൊന്നും ഒന്നുമില്ലേ. എനിക്കൊന്നത് കാറൊക്കെ വൃത്തിയാക്കാം. ഞാൻ വേറൊരു വീഡിയോ ഞാൻ കണ്ടു ഗൈസ്. ഇതിൽ നമ്മളെ ഹാൻഡുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. ഇതെന്തിനാണ് സാധനം?
കാർ വാഷർ ബിയറാടേ. ഇതൊക്കെ കുടിച്ച് എങ്ങനെയെന്തോ. ഹാമർ മെറ്റൽ. ഇത് ഇത്ര സാധനം നമ്മളതിലിപ്പോൾ ഉള്ളു. നമ്മളെ ആകെ ഹാൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനി നമ്മളവിടെ പോകണം ഗൈസ്. മാർക്കറ്റ് ഓപ്പൺ ആണെന്ന് കാണിച്ചു. ഇനി മാർക്കറ്റിലോട്ട് വിട്ടാലേ നമുക്ക് വണ്ടി. മാർക്കറ്റിലോട്ട് വിടാം ഗൈസ്. മാർക്കറ്റിലെത്തിയിട്ടുണ്ട് ഗൈസ്. കോണ്ടസേ കിടക്കണം ഫ്രണ്ടിൽ. ഇവിടെ ഒരുപാട് കൂടിയിരിക്കണം. ഇവിടെ എന്താടേ ഗൈസ്? പോഷൻ ഇവിടെ കിടക്കണ്ടേ. ഇത് പോഷൻ ആയാലല്ലോ ഉണ്ട്. ചോദിച്ചാൽ എത്രയാണെന്ന് ഗൈസ് നമുക്ക് ചോദിക്കാം. ഇനി ആ വഴിയിലോട്ട് പോകണ്ട. ഇത് ഒരു ബില്യനാകാണ്ടിയാണ്. ഗൈസ് ഇതേടേ. ഇത് ഔഡിയാണോ? പഴയ മോഡലാണെന്ന് തോന്നണം. ഇനി അങ്ങോട്ടും പോകണ്ട. ആകെ നമ്മളെ $15 ഉള്ളൂ. ഗൈസ് ഇത് കണ്ട BMW പോലെ ഇരിക്കണം. പക്ഷേ ഇത് ഏത് വണ്ടി നിങ്ങൾക്ക് കാണണോ? നോക്കിയോളേ. ഇതൊന്നും വെച്ചാൽ നമ്മളെ സ്കോഡാണ്. വീഡിയോയിൽ കറക്റ്റ് ഫുള്ള് വരണില്ല. സ്ക്രീൻ ഫുള്ള് വരണില്ല ഗൈസ്. നമുക്കത് ബൈ ചെയ്യാം ഗൈസ്. ബൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ Audi Q7 ആണ് നമ്മൾ വാങ്ങിച്ചത് ഗൈസ്. ഇവിടുന്ന് അടുത്തത് ഷടേ നമ്മളെ എലോൺ മസ്കിൻ്റെ വണ്ടിയല്ലേ, ഇലക്ട്രിക്. ഇതിന് കുറേ ട്രോള് തന്നെ കേട്ടോ എല്ലാവരും കൊണ്ട് എടുത്തിട്ട്. ഗൈസ് അടുത്ത ഇവിടെയാണ് വണ്ടി കിടക്കണം. അതങ്ങോട്ട് പോകണ്ട ഗൈസ്. കോണ്ടസൊക്കെ എത്ര? ഇത് കോണ്ടസ് ചെയ്യണം. അതേ മറ്റേ മസ്താങ്ങിൻ്റെ ആ പഴയ വണ്ടിയാണോ? കൊള്ളാം. ഇത് $79. അത് പെട്ടെന്ന് മറഞ്ഞു പോയി ഗൈസ്. ഇവിടെ അടുത്ത BMW. മോനെ ഇത് അടുത്ത അവിടെ. ഇത് നമുക്ക് വാങ്ങിച്ചാലോ? അപ്പുറത്തൊരു അവിടെ കിടന്നു. എത്ര പോണാ ഗൈസ്? $5000 ഉള്ളു. ബാർഗൻ ചെയ്യത്തില്ല, പരസ്യമാണ്. നമുക്ക് ഇത് തന്നെ വാങ്ങാം. സെറ്റ് തന്നെ കേട്ടോ. ഇനി വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി നേരെ ഇനി നമുക്കൊരു വർക്ക്ഷോപ്പിലുണ്ടോ? വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാകുന്നു ഇതിൻ്റെ അകത്ത്. വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് തോന്നണം. വർക്ക്ഷോപ്പിന് എവിടെ എന്തോ GT കളിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റ് കളിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കളിച്ചിട്ടുള്ളത് അതുപോലെ അല്ല. പക്ഷേ ഇത് വേറെ സ്ഥലങ്ങളൊക്കെ കൊള്ളാം ഗൈസ്. ഇത് ഫ്രണ്ട് ഡാമേജ് ആയി കേട്ടോ. ഫ്രണ്ട് ഫെദർ ഡാമേജ്. ബുഗാട്ടിയോടായി. ഷഡേ എന്തടേ ഗൈസ്? ഇത് ഇനി നമ്മളെ ഡീലർഷിപ്പ് ഗൈസ് ദാ ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ കാർ ഫുള്ള് മെക്കാനിക്കൽ. അയ്യോ ഗൈസ് അവിടെ ഡോഡ്ജ് കിടക്കും. ഡോഡ്ജിൻ്റെ മറ്റേ പഴയ മോഡൽ. ഇതാടെ ഇതൊന്നും നമ്മളെ കൊണ്ട് വാങ്ങത്തൊന്നും ഇല്ല. നമ്മളെ 2ാമത്തെ ഡേയല്ലേ ആയോള്. ഇനി അങ്ങോട്ട് പോട്ട് വച്ചടി കയറ്റോട് ഫുള്ളിന് സെറ്റ് ആക്കണം നമുക്ക്. ഇതെങ്ങോട്ട് കയറി പോകണം വണ്ടി? അത് റിവേഴ്സാണ്. മുകളിലത്തെ ഹാൻഡ് ബ്രേക്കിന് എടുത്താൽ ബ്രേക്കല്ലേ. സെറ്റ്. ഇനി നേരെ വണ്ടി എടുത്തിടാം. വണ്ടി കിട്ടുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇവരെ അടുത്ത് നിന്നിട്ട് ഇതിൽ കൊടുക്കുമ്പോഴാണ് അവർ റിപ്പയർ ചെയ്ത് തരണം. ഗൈസ് $900. പക്ഷേ ഇതിൽ വരണില്ല. ഗൈസ് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അണ്ണൻ എന്തിരിക്കണോ ജോലി ചെയ്യണോ? അണ്ണൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താ ചെയ്യണം ഗൈസ്? ഇതിൽ കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ളാവണമെന്ന് തോന്നുന്നു. എങ്കിലേ വണ്ടി സെറ്റ് ആവുള്ളൂ ഗൈസ്. വണ്ടിക്ക് എഞ്ചിന് അടിയിലൊന്നും ഇല്ല. ഈ വണ്ടിയിൽ എഞ്ചിൻ്റെ ഇതൊന്നും ഇല്ല. ഫുള്ള് വെള്ള കളറേ ഇരിക്കണം. ഇവിടെ ഒരാളിരിക്കണം. ഇങ്ങനെ എന്തൊരു ടോണി. ഈ ടോണി അണ്ണൻ അപ്പുറത്തേക്കണ ഏതെണ്ണ എന്തോ പേരെന്ന് പറയാൻ വയ്യ. ഇനി എന്തിനുണ്ട് ഇവിടെ? ഇനി വേറൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. വേറെ പണിയെങ്ങാനും ഇതിനകത്ത് ചെയ്യാനുണ്ടോ? വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ ഈ തമ്പനയിൽ നോക്കണം. ഒരു പുതിയൊരാളും കൂടെ ഈ തമ്പനയിലിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ വരും കേട്ടോ. നിങ്ങൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ആരെന്ന് അതിൻ്റെ അകത്ത്. ഇതെന്തിനാണ് ഗൈസ്? ഇവിടെ ആടൊക്കെ വെച്ചാണ് വലിയൊരു ബോർഡ്. അതും വർക്ക്ഷോപ്പിൻ്റെ അകത്ത്. ഇതൊക്കെ എന്താണ് ഗൈസ്? ഇത് ഫുള്ളാവാറായി. ഇനി താഴത്തെയും കൂടെ ആയി. നമ്മൾ മറ്റേല്ല വണ്ടിയും കൊണ്ട് ചിരിച്ചില്ല. അതും കൂടെ ഒന്ന് സെറ്റായ വണ്ടി ഇറക്കാം. കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കണം. ഇതുവരെയും കിട്ടണില്ല. പെട്ടെന്നൊക്കെ റെഡി ഗൈസ്. റെഡിയാക്കി കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഓടിതാ താഴോട്ടിറക്കണുണ്ടോ? ഇനി വണ്ടി എടുത്ത് നേരെ ഇനി പെയിൻ്റ് അടിയിലോട്ട് കയറ്റാം. നമുക്ക് പെയിൻ്റ് അടിക്കരുതോ? നമുക്കിത് നമ്മളാ CPM പോലെ ലോഗോ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പറ്റിയ കിടുമായിരുന്നു അല്ലേ? അങ്ങനെ ഒരു അപ്ഡേറ്റ് കൂടെ കൊണ്ടുവരണം ഇതിൽ. എങ്കിലേ കുറച്ചുകൂടെ ഗെയിം ഡെവലപ്പ് ഗൈസ്. ഇവിടെ എന്തിനാണ്? ഇവിടെ അലോയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അലോയൊക്കെ ചേഞ്ച് ചെയ്യാനായിരിക്കും. വേണ്ട, ഇതിപ്പോൾ അലോയൊക്കെ കിടില അലോയല്ലേ കിടക്കണം. പിന്നെ നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്യണം. നമുക്കതെല്ലാം കളറൊന്ന് ചേഞ്ച് ചെയ്യാം. നേരെ ഇനി അപ്പുറത്തോടെ കയറ്റും ഗൈസ്. കൊള്ളാമല്ലോ ഗൈസ്. രണ്ടിടത്തും ഒരേപോലത്തെ വണ്ടി അവിടെ കൊണ്ടിട്ട് പിന്നെ ഇതെങ്ങനെ ഇനി കയറ്റാൻ? ഇനി വണ്ടി റിപ്പയർ ഇത് ചെയ്യത്തില്ലല്ലോ പെയിൻ്റ് അടിക്കേ. അവിടെ അത്യാവശ്യം കൊള്ളാം. വണ്ടി ഒരുപാട് ലുക്കൊന്നുമില്ല. ഇത് നമ്മൾ അവിടെ ഇതാ കയറ്റി ഇട്ടിട്ടുണ്ട്. രണ്ടും അടുത്ത് ചോദിക്കട്ടെ. ഇത് നമ്മൾ ഇറങ്ങിയിട്ട് ഇയാളടുത്തും കൂടെ ഇതുപോലെ ചോദിക്കണമായിരിക്കും. എന്നാൽ ചോദിച്ചു നോക്കട്ടെ.
തന്നെ ഐസ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അടിക്കാം. വെള്ളം കിടക്കണം. ഇതെന്താ കളർ കറക്റ്റ് ഗൈസ്. താഴത്തെ ആ റെഡ് സാധനം കൂടെ നീക്കണമെന്ന് തോന്നണം, എങ്കിലേ കളറാവും. ഗൈസ് റെഡ് കൊള്ളാം ഗൈസ്. നമുക്ക് എന്തായാലും ഇത് തന്നെ മതി. ഇനി പോളിഷൊക്കെ കളയണം. പോളിഷൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പയ്യെ മതി. കുറച്ചുകൂടെ കാറെല്ലാം സെറ്റാവട്ടെ, എന്നിട്ട് നമുക്ക് പോളിഷൊക്കെ ഇറക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കോടികളെ കച്ചവടം തുടങ്ങാൻ. ഇപ്പം നമ്മൾ മാക്സിമം എത്ര നമ്മളിപ്പോൾ 5000 ഉള്ളൂ കേട്ടോ. $5000 ഇതിൽ കാണിക്കണില്ല. ഞാൻ എന്തായാലും ഓരോ സൈഡിൽ കൊടുത്തേക്കാം. ഓ വണ്ടി കത്തിച്ചു ഗൈസ്. നൈട്രോ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. നൈട്രോ വെച്ച വണ്ടി കത്തിച്ചു വിടാം. എടാ കഴിഞ്ഞു പോടെ അയ്യോ കഴിഞ്ഞു പോയേ. ഇതെങ്ങനെ വണ്ടി കയറ്റും? ഓ റിവേഴ്സ് കയറ്റാം ഗൈസ്. അണ്ണൻ പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കൂ ഗൈസ്. നമ്മൾ ഓഫീസ് ഡേർട്ടി എന്ന് കാണിക്കുന്നു. ഇവിടെ ഉണ്ട് ഡേർട്ടി കിടക്കണ്. ഓ വീണ്ടും ഇടിച്ച് കൊള്ളാം. അത് കൂടെ ചേർത്തുണ്ട്. ഇതാ ഇവിടെ ഇരിക്കുന്നു. പാട്ട് പാടേണോ ഗൈസ്? അവിടെ നിന്ന് പാട്ട് കാരണം അങ്ങനെ ഇരുന്ന് നമ്മളണ്ണ ഗൈസ്. ഇവിടെ ഓപ്പൺ ക്ലോസും ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാം. ഇതിലല്ലേ ആൾ വരുള്ളൂ. ഇതാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കാണിച്ചു. ഇത്ര നേരം ക്ലോസ് ഇടുന്നായിരുന്നു. ഇതാ വേണേ ടയറൊക്കെ ഇപ്പുറത്ത് നിന്ന്. ഇനി വെബ് പേജ് അതിൽ കയറിയിട്ട് സെല്ല് നമുക്കൊരു 10 ഇട്ട് നോക്കിയാലോ? $10 നോക്കാം. വാങ്ങും നോക്കാമല്ലോ. $10 ഇട്ടാം. നോക്കട്ടെ. 10 ഗൈസ് 10 ഇട്ടിട്ടുണ്ട്. $10 അടിച്ചിട്ടുണ്ട്. അറിയാലോ ആരെങ്കിലുമൊക്കെ വാങ്ങുമെന്ന്. എന്തായാലും പുറത്തോട്ട് പോയി. ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാര്യമുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നേരെ ഇതിൻ്റെ സീലിങ്ങൊക്കെ ഫുള്ള് പൂശിയിട്ടാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വാ ഗൈസ്, ഇത് ഗൈസ് മെക്ലാരൻ കിടക്കണുണ്ടോ? എൻ്റെ മെക്ലാരൻ കിടു മെക്ലാരൻ കേട്ടോ. കറക്റ്റ് റിയൽ ലൈഫിൽ എങ്ങനെ ഇരിക്കണം അതുപോലെ ഗൈസ്. കുറച്ച് കസ്റ്റമർ വന്നു. ഇത് എത്ര പേരുണ്ട് ഗൈസ്? ഒരാളേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ മാമൻ്റെ അടുത്ത് ചോദിക്കാം. മാമ എത്ര രൂപ മാമ പറയണ? പറയും പെട്ടെന്ന്. ഗൈസ് അങ്ങേര് ആ പൈസ അല്ല, അങ്ങേര് $8000 ഇതിൽ വന്നില്ല സ്ക്രീനിൽ. അണ്ണാ അപ്പം ഇത് മതി, സെല്ല് നിങ്ങളെടുത്തോ. അയ്യോ ഒരാൾ റിച്ച് ബേമ. അണ്ണാ പോവല്ലേ. അയ്യോ ഗൈസ് എണ്ണം പോയി. അയ്യോ പൊളിച്ച് ഗൈസ്. ഇതിൻ്റെ പേര് മാറ്റണമല്ലോ നമ്മൾ. ഇതിൻ്റെ അതായത് നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് ഫൺലാൻഡ് കാസെന്ന്. അതെന്തൊരു അതൊന്നും അത്ര കൊള്ളൂല കേട്ടാ. ഇതൊക്കെ പേര് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യണം. ഗൈസ് ഇതാണ് തോന്നെടുത്ത് കളയാനുള്ളത്. നോക്കട്ടെ. ഇത് നമുക്ക് ട്രാഷ് കൊണ്ടുപോകാം ഗൈസ്. കണ്ട ഇതായിരിക്കും. ഇത് തന്നെ ഗൈസ് കളയാനുള്ളത് ട്രാഷ്. എനിക്കോട്ടെ ഇത് നമ്മൾ ഫസ്റ്റ് ദിവസം വന്നില്ലേ, അപ്പോൾ നമ്മൾ കുറേ എൻജിനൊക്കെ ആക്കിയില്ലേ, അപ്പോൾ എൻജിൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതെങ്ങാനും ആയിരിക്കും, അല്ല വേറെ ആരും ഇവിടെ കൊണ്ടിടാൻ. സെറ്റ് അങ്ങോട്ട് പോയിട്ടില്ല. സെറ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിവിടെ. ഇനിയടുത്ത് ഗൈസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെങ്കിയാടി നമ്മൾ കുറച്ച് മെറ്റൽ എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുകൊടുത്താൽ അവിടെ നിന്ന് തന്നെ നമുക്ക് പൈസ തരും. അങ്ങേരി മണ്ടനാണ് അടുത്ത് അങ്ങേരി. ഇനി അകത്തോട്ട് ഇറങ്ങണ്ട. ജങ്കിയാടിലോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് അണ്ണനൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. എണ്ണം പിടിച്ച് തിന്നോടെ ഗൈസ്. കുറച്ച് മെറ്റൽ പീസൊക്കെ കൂടെ ഇവിടെ കിടക്കണം. ഇതൊക്കെ നമ്മൾ ഫുള്ള് പിറക്കി എടുത്ത് അങ്ങനെ കൊടുത്ത് അങ്ങനെ പൈസ തരുമെന്നാണ് കാണിക്കണം. നമുക്ക് നോക്കാം ഗൈസ്. കാറിൻ്റെ ഇതൊക്കെ കിടക്കണം, അതായത് എന്തെങ്കിലും കൂളറൊക്കെ കിടക്കണം ഗൈസ്. ഇവിടെ ഫുള്ള് ട്രാഷേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഹാമർ കിട്ടുമല്ലോ, അതിട്ട് ഇതാണ്ട് ഈ കാറിനെയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇതിൽ നിന്ന് മെറ്റൽ ഒരുപാട് കിട്ടും. കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ഒരു ചെറുത് കിടക്കണം. ഇതൊക്കെ അതിന് ഇങ്ങനെ എടുക്കും. അല്ല ഈ ഫ്രണ്ടിലെ ഡോട്ട് കറക്റ്റായിട്ട് വരണം ഗൈസ്. നമ്മൾ അണ്ണ എന്താ നിൽക്കുന്നു അണ്ണ ഗൈസ്. $80 കിട്ടി. 80 ഇനിയൊന്നുമില്ല ഗൈസ്. ഇങ്ങനെ മണ്ടനാണ് സത്യം പറഞ്ഞത്. നമുക്ക് തന്നെ സാധനം തിരിച്ചു തരല്ല, പൈസ തിരിച്ചു തരണം അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട്. അപ്പം ശരി. സെറ്റ്. ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് കുറേ പൈസ ഉണ്ടാക്കാം കാറ് വിൽക്കാതെ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഭയങ്കര ലോങ് ആയിപ്പോൾ. അപ്പം വേറെ വീഡിയോ കാണുന്നതൊക്കെയും ബൈ പറയുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ കാണുമല്ലോ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക് ടാർഗറ്റ് 50 ആണ്. അപ്പോൾ ഈ ലൈക്കൊക്കെ അടിക്കൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ.